റിപ്പോർട്ടുകളിലേക്ക് 2 ദിവസങ്ങളിലായി പെയ്യുന്ന മഴയിൽ ജില്ലയിൽ പരക്കെ നാശമാണ്. ഇടുക്കി ജില്ലയിലാണ് ദേശീയപാതയിലടക്കം വിവിധ ഇടങ്ങളിൽ മണ്ണിടിഞ്ഞും മരം നിലം പതിച്ചും ഗതാഗത തടസ്സമുണ്ടായി. മരങ്ങൾ മുറിച്ച് നീക്കിയാണ് പിന്നീട് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ദേശീയപാതയിൽ കരടിപ്പാറ വഴിയുള്ള ഗതാഗതത്തിന് നിയന്ത്രണമുണ്ട്. താലൂക്കിലെ ഉൾഗ്രാമങ്ങളിൽ വൈദ്യുതി ബന്ധം താറുമാറാണ്. മൂന്നാറിൽ ദുരിതാശ്വാസ ക്യാമ്പും തുറന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ദേവികുളം താലൂക്കിലാകെ പരക്കെ മഴ പെയ്യുന്നുണ്ട്. ഒട്ടുമിക്കയിടങ്ങളിലും ശക്തമായ കാറ്റ് വീശി. ദേശീയപാത 85-ൽ നേരിമംഗലം റാണിക്കല്ലിന് സമീപവും ഇരുട്ടുകാനത്തിന് സമീപവും മരം നിലം പതിച്ച് ഗതാഗതവും വൈദ്യുതി ബന്ധവും താറുമാറായി. അഗ്നിരക്ഷാസേന മരങ്ങൾ മുറിച്ച് ഗതാഗതം പുനഃസ്ഥാപിച്ചു. മൂന്നാർ മറിയൂർ റോഡിൽ എസ് വളവിന് സമീപം 8-ാം മൈലിലും മൂന്നാർ വട്ടവട റോഡിൽ എല്ലപ്പെട്ടിയിലും മരം വീണും മണ്ണിടിഞ്ഞും യാത്രാ തടസ്സമുണ്ടായി. ശല്യാമ്പാറ അമ്പഴച്ചാൽ റോഡിൽ മണ്ണിടിഞ്ഞ് യാത്ര തടസ്സപ്പെട്ടു. അടിമാലി രാജക്കാട് റോഡിൽ പൊന്മുടിക്ക് സമീപം മരം വീണും ആനച്ചാൽ ആഡിറ്റ് ഭാഗത്ത് റോഡിൽ വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞ് വീണും യാത്രാ തടസ്സമുണ്ടായി. കല്ലാർകുട്ടി ഡാമിന് സമീപവും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കല്ലാർ മാങ്കളം റോഡിൽ പീച്ചാടിന് സമീപവും മരം വീണ് യാത്രാ തടസ്സമുണ്ടായി. ദേശീയപാതയിൽ നവീകരണ ജോലികളുടെ ഭാഗമായി മണ്ണ് നീക്കിയ പല ഭാഗങ്ങളിലും മണ്ണിടിച്ചൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. മൂന്നാറിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. മണ്ണിടിച്ചൽ സാധ്യത മുമ്പിൽ കണ്ടാണ് കുടുംബങ്ങളെ മൂന്നാർ മൗണ്ട് കാർമൽ ബസിലിക്ക ഹാളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. ഒരു സ്ഥിരം സംവിധാനമൊരുക്കാതെ എല്ലാ മഴക്കാലത്തും ക്യാമ്പിലാക്കി മാറേണ്ട അവസ്ഥയാണെന്നും ക്യാമ്പിലുള്ളവർ പ്രതികരിച്ചു. രാമക്കൽമേട്ടിൽ വിനോദസഞ്ചാരികളുടെ വാഹനത്തിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. കരടിപ്പാറയ്ക്ക് സമീപം പാതയോരമിടിഞ്ഞ് അപകടാവസ്ഥയിലായിരുന്നതിനാൽ ഇതുവഴിയുള്ള യാത്രയ്ക്ക് നിയന്ത്രണമുണ്ട്. വാഹനങ്ങൾ ഇരുട്ടുകാനം ആനച്ചാൽ 2-ാം മൈൽ വഴി സഞ്ചരിക്കണം. താലൂക്കിലെ ഉൾഗ്രാമങ്ങളിൽ വൈദ്യുതി ബന്ധം താറുമാറാണ്. കല്ലാർകുട്ടി അണക്കെട്ടിന്റെ തുറന്ന ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി വെള്ളം പുറത്തേക്കൊഴുക്കുന്നുണ്ട്. പുഴകളിലും മറ്റണക്കെട്ടുകളിലും ജലനിരപ്പ് ഉയർന്നു. ബോട്ടിംഗ് അടക്കം ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് നിർത്തിവെച്ചു. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രാദേശിക ഭരണകൂടങ്ങളടക്കം ജാഗ്രത പുലർത്തിപ്പോരുകയാണ്. മരം വീണും മണ്ണിടിഞ്ഞുമുണ്ടായ ഗതാഗത തടസ്സങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.